ദൈവത്തിനു മഹത്വം. ഒരിക്കൽ കൂടെ ക്രിസ്തുവിൽ ഏവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നാം ഉൽപ്രാവണത്തെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. മനുഷ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സ്വർഗമുണ്ടോ എന്നുള്ളത്. സ്വർഗമുണ്ടോ, നരകമുണ്ടോ? ഇത് പലപ്പോഴും മനുഷ്യൻ ആരാഞ്ഞ് നോക്കുന്നു. ഇതൊക്കെ ഒരു ഭാവന മാത്രമാണ് എന്നാണ് പലരുടെയും അഭിപ്രായം. എന്നാൽ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമാക്കി നമ്മോട് പറയുന്നത് സ്വർഗത്തിന്റെ വിവിധ അവസ്ഥകളെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആരംഭിക്കുന്നത്. ആകാശം എന്നതിന് അവിടെ ഹെവൻ എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതേപോലെ 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 16:26 അവിടെ യഹോവയോ ആകാശത്തെ ചമച്ചവൻ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആദിയിൽ എന്നത് സമയത്തിന്റെ ഉൽപ്പത്തിയെ കുറിച്ച് മാത്രം പറയുന്ന ഒരു പദമാണ്. ഈ സൃഷ്ടികർമ്മം ദൈവത്തിന്റെ ആസ്തിക്യത്തെ അത് വളരെ വ്യക്തമാക്കുകയാണ്. മനുഷ്യന്റെ ബുദ്ധിമൂശയിൽ കരിപ്പിടിപ്പിച്ച നിരീശ്വരവാദം, അതേപോലെ പരിണാമവാദം, ബഹുദൈവവാദം തുടങ്ങിയ സകല സിദ്ധാന്തങ്ങളും ഇവിടെ പൊളിയുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. കൊലോസ്യ ലേഖനം 1:15 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും എല്ലാം സൃഷ്ടിച്ചവൻ ദൈവം തന്നെ എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നതും നമുക്ക് കാണാവുന്നതാണ്. ഭൂമണ്ഡലത്തെ മനുഷ്യന്റെ പാർപ്പിനായി നിർമ്മിച്ചുണ്ടാക്കിയ ദൈവം തന്റെ സ്വന്തം വാസസ്ഥലമായ സ്വർഗത്തെ സൃഷ്ടിക്കുകയും അതിനെ തന്റെ സിംഹാസനമായി സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ദൈവവചനം വ്യക്തമാക്കുന്നത്. യെശയ്യാ പ്രവചനം 45:18, യിരെമ്യാ പ്രവചനം 4:23 മുതൽ 26 വരെ, അതേപോലെ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 30:17 തുടങ്ങിയ വാക്യങ്ങളിലെല്ലാം അത് വ്യക്തമായി നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. മനുഷ്യന്റെ ബുദ്ധിക്ക് അവർണ്ണനീയമാണ് സ്വർഗം. കാരണം ഭൂമിയിലുള്ള വസ്തുക്കളെ കൊണ്ടോ മനുഷ്യന് ഗ്രഹിക്കുവാൻ കഴിയുന്ന വസ്തുക്കളെ കൊണ്ടോ നിർമ്മിച്ചതല്ല സ്വർഗം. അത് തികച്ചും സ്വർഗീയമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അതിനെ വർണ്ണിക്കുവാനായിട്ട് സാധ്യമല്ല എന്നത് നാം ഓർത്തിരിക്കേണ്ടതും ആവശ്യമാണ്. ദൈവത്തിന്റെ നിവാസമായ അഥവാ പിതാവിന്റെ ഭവനമായ സ്വർഗത്തിൽ നിന്നാണ് ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വരികയും അവിടേക്ക് കയറിപ്പോകുകയും ചെയ്തിട്ടുള്ളത് എന്നതും തിരുവചനം വ്യക്തമാക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:13, അതേപോലെ 6:51, 62 വാക്യങ്ങളില്, അപ്പസ്തോല പ്രവൃത്തികൾ 1:9 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളിലെല്ലാം ആ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് തന്നെയാണ് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഇനി സഭയുമായി പരിശുദ്ധാത്മാവ് അവിടേക്ക് തന്നെ മടങ്ങിപ്പോകും എന്നതാണ് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുന്നത്. 1 തെസ്സലോനിക്യ ലേഖനം 4:16, 17 വാക്യങ്ങളും മറ്റനേക വാക്യങ്ങളും അത് വ്യക്തമാക്കുകയാണ്. വെളിപ്പാട് പുസ്തകം അവസാന അധ്യായങ്ങളായ 21, 22 അധ്യായങ്ങളില് സ്വർഗത്തിന്റെ മനോഹാരിതകളെ കുറിച്ചും ആ സ്വർഗത്തെ കുറിച്ചും വളരെ വ്യക്തമായിട്ടുള്ളതായ വിവരണം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അതേ പ്രിയമുള്ളവരെ, സ്വർഗമെന്നുള്ളത് മനുഷ്യന്റെ ഒരു ഭാവനയല്ല, അത് ദൈവം സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതേ തന്റെ സഭ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതുപോലെ അവിടേക്ക് എത്രയും വേഗം മാറ്റപ്പെടുവാനായിട്ടുള്ളതായ നാഴിക അടുത്തു വന്നുകൊണ്ടിരിക്കുന്നു. ദൈവമക്കളുടെ ഭാവി പ്രത്യാശയാണത്. ഇവിടെ നമ്മൾ ഞരങ്ങിക്കൊണ്ട് വേദനപ്പെട്ടുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ട് കഴിയുകയാണ്. എന്നാൽ നമ്മുടെ പ്രത്യാശ ഭവനമായ ആ നിത്യഭവനത്തിലേക്ക്, ആ നിത്യ കൂടാരത്തിലേക്ക് അവിടുന്ന് നമ്മെ ചേർക്കുവാനുള്ള നാളുകൾ എണ്ണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രത്യാശയോടെ നമുക്കായിരിക്കാം അടുത്ത ദിവസങ്ങളിലും ചില കാര്യങ്ങൾ നമുക്ക് സ്വർഗത്തോടുള്ള ബന്ധത്തിൽ വീണ്ടും ചിന്തിക്കാം. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി
രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരാൻ കാലമായി. ദുഷികളെല്ലാം തീരാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി. പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാൺമാൻ കാലമായി. തേജസ്സോടെ നാം കാൺമാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറായി.